മദ്യവിമുക്തമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ പരസ്യമായിരുന്നു ഇത്. 10 വർഷത്തിനിപ്പുറം 2026 എത്തി നിൽക്കുമ്പോൾ ആ പ്രതിജ്ഞ എവിടെ പോയി എന്നതാണ് സംശയം. മദ്യവിമുക്തിയല്ല, മദ്യലഹരിയിൽ കേരളത്തെ മുക്കിക്കൊല്ലുവാനുള്ള വേഗതയിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. മന്ത്രിസഭ അറിഞ്ഞില്ല, മുന്നണി അറിഞ്ഞില്ല. പക്ഷെ ബാർ ഉടമകളുടെ ഫയലിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി ഒട്ടും താമസിച്ചില്ല എന്നത് ഈ വേഗതയെ തന്നെയാണ് എടുത്തുകാട്ടുന്നത്. ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂട്ടിയത് മുന്നണി യോഗത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ അറിയാതെ എന്നാണ് സൂചന. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെയാണ് ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യം സർക്കാർ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടിയാലോചനകളില്ലാതെ തീരുമാനമെടുത്തതിൽ ഇടതുമുന്നണിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുള്ളതായാണ് സൂചന. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ നൽകിയ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ അംഗീകരിച്ച് നികുതി വകുപ്പ് വിജ്ഞാപനമിറക്കിയത്. ഡ്രൈഡേകളിൽ 50,000 രൂപ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം വിളമ്പാൻ ബാറുകൾക്ക് കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു. സാധാരണക്കാരന്റെ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിലെത്തിയാൽ വർഷങ്ങളോളം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കും. എന്നാൽ ബാർ ഉടമകളുടെ കാര്യം വന്നപ്പോൾ അത് മിന്നൽ വേഗത്തിലായി. ഫെബ്രുവരി 13 ഉദ്യോഗസ്ഥ തലത്തിലെത്തിയ ഫയൽ വെറും 4 ദിവസം കൊണ്ട്, അതായത് ഫെബ്രുവരി 17 ഉത്തരവായി പുറത്തിറങ്ങി. പുതിയ മദ്യനയം പ്രഖ്യാപിക്കേണ്ടത് അടുത്ത സർക്കാരാണ്. എന്നിട്ടും തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്രയും തിടുക്കം കാട്ടുന്നത് എന്തിനാണ്? തിരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ടുള്ള പണപ്പിരിവാണോ ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഓർത്തഡോക്സ് സഭയും KCBCയും ശക്തമായ പ്രതിഷേധത്തിലാണ്. മദ്യനയം വെറും മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെറും 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് കേരളത്തിലുള്ളത് 847 ബാറുകളാണ്. ഇതിന് പുറമെയാണ് 289 ബെവ്കോ ഔട്ട്ലെറ്റുകളും. ഇപ്പോൾ സമയം കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ ഇനി മദ്യമൊഴുകും. 5 ലക്ഷം രൂപ അധികം നൽകിയാൽ പുലർച്ചെ 3 മണി വരെ 5 സ്റ്റാർ ബാറുകൾക്ക് തുറന്നു പ്രവർത്തിക്കാം. IT മേഖലയുടെയും ടൂറിസത്തിന്റെയും പേര് പറഞ്ഞ് ഒരു തലമുറയാകെ മദ്യത്തിൽ തളച്ചിടാനാണോ സർക്കാർ ശ്രമിക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ചോദ്യം ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. ഒരു തലമുറയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ മദ്യനയം. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? 24 മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വളരെ ആശങ്കയോടെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. 1000-ഓളം ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുന്നത് വലിയ അപജയമാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാൾ വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം. ഇങ്ങനെ വിറ്റിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാനെന്നും ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നു. സർക്കാർ നടപടിക്കെതിരെ KCBCയും രംഗത്തെത്തിക്കഴിഞ്ഞു. ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത് മദ്യം കുടിക്കാനല്ല, പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെന്ന് KCBC പ്രസ്താവനയിൽ പറയുന്നു. മദ്യലഭ്യത കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. സർക്കാർ നടപടിക്കെതിരെ 8-ാം തീയതി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനും KCBC ആഹ്വാനം ചെയ്തിട്ടുണ്ട്.